ഹലോ എവറി വൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മക്കളെ, നമ്മളെ 8ാം ക്ലാസ്സിലെ എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നന്നായിട്ട് എക്സാമിൻ്റെ ചൂടിലാണെന്നറിയാം. അറ്റ് ദ സെയിം ടൈം നമ്മളെ ഓരോ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അപ്പം നമ്മുടെ ബേസിക് സയൻസിലുള്ള നമ്മുടെ കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ടുണ്ടോ? നമുക്കൊരു സെൽഫ് ആയിട്ടുള്ള ഒരു ചെക്കിംഗ് നടത്താൻ വേണ്ടി പോവാണ്. അപ്പം ഞാനിതിൽ നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യും, ഒന്ന് ക്യുക്കായിട്ടൊന്ന് പറഞ്ഞു പോകും. ആ ടോപ്പിക്കിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ടോപ്പിക്ക് എനിക്ക് അറിയോ, ഇതിനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു ആലോചനകൾക്കും വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മളെ എക്സാം പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. എന്തായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ചാപ്റ്ററിലേക്ക് പോയി നോക്കാം. ഈ പറഞ്ഞ ഓരോ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. നമുക്കറിയാം ആദ്യത്തെ ഒരു 3-4 ഭാഗത്തു നിന്ന് ചാപ്റ്റേഴ്സിൽ നിന്ന് അധികം ചോദ്യം ഉണ്ടാവില്ല. നമുക്കറിയാം അവസാനത്തെ പോർഷനുകളിലായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് എന്തുണ്ട് ആവശ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഭാഗങ്ങളാണ്. ഇപ്പം മാറ്റർ, ആ മാറ്ററിനെ കുറിച്ച് അതിൻ്റെ ഡെഫിനിഷൻ അറിയണം അല്ലേ, അതിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ പറഞ്ഞ 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതിലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അതിൻ്റെ എനർജി, അട്രാക്ഷൻ, ഈ പറഞ്ഞ രൂപത്തിലുള്ള ഡിഫറൻസസ് ഒക്കെ സോളിഡിൽ എങ്ങനെയാണ്, ലിക്വിഡിൽ എങ്ങനെയാണ്, ഗ്യാസിൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. ആ സോളിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചർ നമ്മളെ മനസ്സിലേക്ക് വരണം. ലിക്വിഡ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവണം. ഗ്യാഷ്യസ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് ഹൈലി ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് വെച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് കറക്റ്റായിട്ട് അറിയണം. ദെൻ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചസും തമ്മിലുള്ള ഡിഫറൻസസ് അറിയണം. അതിൻ്റെ എക്സാമ്പിളുകൾ അറിയണം. ദെൻ ഒരു സോളിഡ് എപ്പോഴാണ് ലിക്വിഡ് ആവുക, ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ. ഈ ലിക്വിഡ് എപ്പോഴാണ് ഗ്യാസ് ആവുക, അവിടെയും ഹീറ്റിംഗ് നടക്കണം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ പറഞ്ഞ കൂളിംഗ് എന്നുള്ള സംഗതികൾ നമുക്കറിയണം. അപ്പം അവിടെ ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് അറിയണം. ദെൻ നമുക്കറിയാം ഓരോ കെമിക്കൽ റിയാക്ഷനിലും ഏതെങ്കിലും ഒരു എനർജി ഇൻവോൾവ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഹീറ്റ് ആകും, ചിലപ്പോൾ ലൈറ്റ് ആകും, ചിലപ്പോൾ ഇലക്ട്രിക്കൽ ആകും. അപ്പോൾ തെർമോ കെമിക്കൽ റിയാക്ഷൻ, അതിൽ തന്നെ എൻഡോതെർമിക് ഉണ്ട്, എക്സോതെർമിക് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഫോട്ടോ കെമിക്കൽ ഉണ്ട്, ലൈറ്റ് അബ്സോർബിംഗ് ഉണ്ട്, ഫോട്ടോസിന്തസിസ് ഒക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. ലൈറ്റ് എമിഷൻ ഉണ്ട് അല്ലേ, നമ്മളെ ഫയർഫ്ലൈ ഒക്കെ ഓർമ്മ ഉണ്ടാകും. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന റിയാക്ഷനുകൾ. ഇലക്ട്രോലൈസിസ് എന്താണെന്ന് അറിയണം, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്ന് അറിയണം, ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ കുറിച്ചായിട്ട് ഉണ്ടാവണം. ഇതിനൊക്കെ ഒരു പിക്ചേഴ്സ് ഒക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഓരോ ടോപ്പിക്ക് പോയപ്പോഴും ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ അല്ലേ. യെസ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഞാൻ സാധാരണ പറയാറുള്ളത്, കെമിസ്ട്രിയിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, കെമിസ്ട്രി എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് മോളിക്യൂൾ, എന്താണ് ആറ്റം, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആറ്റംസ് കമ്പൈൻ ചെയ്താലാണ് മോളിക്യൂളുകൾ ഉണ്ടാവുക, എലമെന്റുകൾ കമ്പൈൻ ചെയ്താലാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാവുക. ഈ ഒരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടാവണം. പ്യുവർ സബ്സ്റ്റൻസ്, അത് എലമെന്റും കോമ്പൗണ്ടുകളും പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് നമുക്കറിയണം. HCl എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ NH3, അല്ലെങ്കിൽ CO2, ഇതൊക്കെ കോമ്പൗണ്ടുകളാണ്. ഇതൊക്കെ എന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണെന്നുള്ള ബേസിക് നോളജ് നമുക്കറിയണം. ഇതൊക്കെ കോമ്പറ്റീഷൻ എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ദെൻ ഈ പറഞ്ഞ എലമെന്റുകളുടെ നെയിംസ് നമുക്കറിയണം അല്ലേ, അതിൻ്റെ സിംബൽസുകൾ നമുക്കറിയണം. ഡൊബറൈനർ, ന്യൂലാൻഡ്, മെൻഡലേഫ്, അതേപോലെ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിൾ, ഇതിനൊക്കെ അഥവാ ഹിസ്റ്ററി ഓഫ് എ പീരിയോഡിക് ടേബിൾ ഒരു ഏകദേശ ഐഡിയ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ദെൻ നമുക്കറിയാം അറ്റോമിക് സ്ട്രക്ചറുകൾ, അതിൽ തന്നെ എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇവയെക്കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ അവിടെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ദെൻ എങ്ങനെയാണ് ഒരു കെമിക്കൽ ഫോർമുല എഴുതുക, അത് അറിയണമെന്നുണ്ടെങ്കിൽ മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, പോളി അറ്റോമിക് ആയിട്ടുള്ള എലമെന്റുകൾ ഏതൊക്കെയായിരുന്നു അല്ലെ. H2 എന്ന് നമുക്ക് പറയാം, പക്ഷേ C2 എന്ന് നമ്മൾ പറയാറുണ്ടോ, ഇല്ല. പകരം അതേപോലെ തന്നെ P2 എന്ന് പറയാറുണ്ടോ. ഫോസ്ഫറസ് ആണെങ്കിൽ P4 ആണ്, സൾഫർ ആണെങ്കിൽ S8 ആണ് അല്ലെ. അതൊക്കെ പോളി അറ്റോമിക് ആണ് എന്നുള്ളൊരു ഐഡിയ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവേണ്ടത്. ദെൻ ഒരു കെമിക്കൽ ഇക്വേഷൻ, റിയാക്റ്റന്റുകൾ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആകുന്ന കെമിക്കൽ ഇക്വേഷനുകൾ എന്താണെന്നും ഒരു ഐഡിയ നമുക്ക് അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഇവിടുന്ന് നമുക്കറിയണം ഈ ഭാഗത്തൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക, 1 മാർക്കിൻ്റെ ഏതാണോ, 2 മാർക്കിൻ്റെതാണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. പരമാവധി ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം. മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ
മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അവിടെ നമുക്കറിയാം വളരെ ഈസി ആയിട്ടുള്ള ഓൾമോസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അവിടെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ടിവിറ്റി അറിയണം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതേപോലെ തന്നെ സൊണോറിറ്റി, മെലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, മെറ്റാലിക് ലെസ്റ്റർ, ഹാർഡ്നെസ്, ഡെൻസിറ്റി, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഈ പറഞ്ഞ മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അറിയേണ്ടത്. ദെൻ കാർബണിൻ്റെ അലോട്രോപ്പുകളെ കുറിച്ച്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് നമുക്കറിയണം, എസ്പെഷ്യലി കൊറോഷൻ വരുന്ന റിയാക്ഷൻ വിത്ത് എയർ, അതേപോലെ എങ്ങനെയാണ് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം, ഹീമോഗ്ലോബിനെ കുറിച്ചും അതേപോലെ നമ്മുടെ ടീത്തിലുള്ള കാൽഷ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഏകദേശ ഐഡിയ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഈ പറഞ്ഞ രൂപത്തിൽ കറക്റ്റായിട്ട് ഓരോ ടേംസുകൾ അവിടെ നമ്മൾ പഠിച്ചു പോവേണ്ടതുണ്ട്. അതിൻ്റെ എക്സാമ്പിളുകളും അറിയണം. ഇപ്പോൾ മെറ്റൽസ് നമ്മൾ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഗോൾഡ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഈ പറഞ്ഞ ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുന്നു, അവിടെ മെലിയബിലിറ്റിയും ഡക്റ്റിലിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്കത് എഴുതാൻ പറ്റുക കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഒരു ഐഡിയ ഉണ്ടാവണം. സെക്കൻഡ് പാർട്ടിലുള്ള നമ്മുടെ ചാപ്റ്റർ ആയിരുന്നു ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്. ഇത് നമുക്കറിയാം 8ാം ക്ലാസ്സിലേക്ക് പുതുതായി ചേർത്ത ഒരു ചാപ്റ്ററാണ്. അവിടെ ആസിഡുകൾ, അതിൻ്റെ നെയിംസ്, എക്സാമ്പിൾ അറിയണം, അതിൻ്റെ ക്യാരക്ടേഴ്സ് അറിയണം, അതേപോലെ യൂസസ് അറിയണം, കെമിക്കൽ റിയാക്ഷനുകൾ അറിയണം അല്ലേ. ഈ പറഞ്ഞ കാർബണേറ്റുകളുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അതേപോലെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഇതൊക്കെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓർഗാനിക് ആസിഡുകളെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്, ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ആസിഡ് റെയിൻ എങ്ങനെയാണ് സംഭവിക്കുക, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. ദെൻ ബേസസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതിൻ്റെ എക്സാമ്പിളുകൾ, അതിൻ്റെ യൂസസ് ഒക്കെ എന്ത് ചെയ്യണം, ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്സൈഡുകൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്, ഏത് ടൈപ്പ് ഓക്സൈഡ് ആണ്. മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ നമുക്കറിയാം ബേസിക് ആണ് അല്ലേ. Na2, സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെ ബേസിക് ആണ്. അതേപോലെ CO2, NO2 ഒക്കെ എന്താണ്, നോൺ മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ അസിഡിക് ആണ്. ദെൻ സിങ്ക് ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ് ഒക്കെ ആംഫോടെറിക് ആണ്. വാട്ടർ, അതേപോലെ കാർബൺ മോണോക്സൈഡ് ഒക്കെ എന്താണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡ് ആണ്. അപ്പോൾ ഏത് ടൈപ്പ് ഓക്സൈഡ് ആണെന്ന് അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ന്യൂട്രലൈസേഷൻ, ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് ഉണ്ടാവുക. ആ പ്രോസസ്സായിരുന്നു ന്യൂട്രലൈസേഷൻ. അതിൻ്റെ എക്സാമ്പിളുകളും അതിൻ്റെ യൂസസ് എന്ത് ചെയ്യണം, അറിയണം അല്ലേ. ആൻറ്റാസിഡ്, അതേപോലെ തന്നെ സ്ലൈക്കഡ് ലൈം എന്തിനാണ് ഫാമേഴ്സ് അവരുടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ സ്പ്രിങ്കിൾ ചെയ്യുന്നത്, അങ്ങനത്തെ എക്സാമ്പിളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. pH വാല്യൂ എല്ലാവർക്കും അറിയാം, എപ്പോഴാണ് ആസിഡ് ആവുക, എപ്പോഴാണ് ബേസ് ആവുക, എപ്പോഴാണ് ന്യൂട്രൽ ആവുക, ചെറിയ 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് കറക്റ്റായിട്ട് അറിയുന്നത്. സാൾട്ടുകളെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം, എസ്പെഷ്യലി അത് ക്ലോറൈഡ് സാൾട്ട് ആണോ സൾഫേറ്റ് ആണോ. ഞാൻ പറയുന്നത് കെമിസ്ട്രി മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും എന്ത് സാൾട്ട് എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഇപ്പം മഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ അത് നൈട്രേറ്റ് സാൾട്ട് ആണെന്ന് അറിയണം അല്ലേ. സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ അത് കാർബണേറ്റ് സാൾട്ട് ആണെന്ന് അറിയണം. ഈ പറഞ്ഞ സാൾട്ടുകൾ ഏത് ടൈപ്പാണെന്ന് അറിയാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളുണ്ട്. നമുക്ക് +1 +2 ലബോറട്ടറികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഈ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അറിയണം. അവിടെ ഏതൊക്കെ റിയാക്റ്റൻറ്റുകൾ അല്ലെങ്കിൽ റിയേജൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ദെൻ വാട്ടർ, സിമ്പിളായിട്ടുള്ള എന്നാലോ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് വാട്ടർ. അപ്പോൾ വാട്ടറിൻ്റെ ഓരോ പ്രോപ്പർട്ടീസുകൾ അറിയണം. സോലിബിലിറ്റി, യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, സർഫസ് ടെൻഷൻ, ബോയിലിംഗ് പോയിന്റ്, ഹീറ്റ് കപ്പാസിറ്റി, ഇതിനൊക്കെ എക്സാമ്പിളുകളും പഠിക്കണം കേട്ടോ മക്കളെ. ഹീറ്റ് കപ്പാസിറ്റിക്ക് സ്ഥിരമായിട്ട് എക്സാമ്പിൾ എത്രയോ തവണ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ കാപ്പിലറി ആക്ഷൻ നമുക്കറിയാം. അതേപോലെ തന്നെ ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും എങ്ങനെയാണ്, അതിൽ തന്നെ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. ഏതൊക്കെ സാൾട്ടുകളുടെ പ്രസൻസ് മൂലമാണ് ഈ ഹാർഡ്നെസ് ഉണ്ടാവുന്നത് അല്ലേ. മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്, സൾഫൈറ്റ്, ക്ലോറൈഡ് സാൾട്ടുകളാണ് ഈ ഹാർഡ്നെസ്സിന് കാരണം. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണം. അതേപോലെ വാട്ടറിൻ്റെ H2O എന്നുള്ള സ്ട്രക്ചർ, ഇലക്ട്രോലൈസിസ് നടത്തിയാൽ ആനോഡിലും കാഥോഡിലും ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ വരിക. അതേപോലെ വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ നമുക്കറിയാം അല്ലേ. ഈ പറഞ്ഞ വാട്ടർ എന്ത് ചെയ്യുന്നു, വാട്ടറിനാണോ ഐസിനാണോ വോള്യം കൂടുതൽ. നോർമൽ കേസിൽ വാട്ടറിനാണ് വോള്യം കൂടേണ്ടത്, പക്ഷേ വോള്യം എന്ത് ചെയ്യേണ്ടത്, ഡെൻസിറ്റി കുറവും വോള്യം ഇൻക്രീസും ആവേണ്ടത്. എന്നാൽ നമുക്കറിയാം ഐസിനാണ് എന്ത്, ഈ പറഞ്ഞ വോള്യം ഇൻക്രീസ് ചെയ്യുന്നതും ഡെൻസിറ്റി കുറവും. അതുകൊണ്ട് തന്നെ ഐസ് എന്ത് ചെയ്യും,
വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ദെൻ വാട്ടർ പൊല്യൂഷൻ, അതൊരു ജനറൽ ടോപ്പിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അതിൻ്റെ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഒക്കെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റേണ്ടതുണ്ട്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു കെമിസ്ട്രി ഓഫ് മാറ്റർ. എന്തിനാണ് നമ്മൾ ഈ കെമിസ്ട്രി പഠിക്കുന്നത്? ഡെയിലി ലൈഫിൽ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഗ്ലാസ്, അതിന് എക്സാമ്പിൾ അറിയണം. നമ്മൾക്ക് എന്താണ് മോണോമർ, എന്താണ് പോളിമർ, മോണോമർ പോളിമർ ആകുന്ന പോളിമറൈസേഷൻ റിയാക്ഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവേണ്ടതുണ്ട്. പ്ലാസ്റ്റിക്കുകളെ കുറിച്ച്, തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിൻ പ്ലാസ്റ്റിക്കും ഇവ തമ്മിലുള്ള ഡിഫറൻസസും അതിൻ്റെ എക്സാമ്പിളുകളും കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് പ്ലാസ്റ്റിക്കിനെ മാക്സിമം എന്ത് ചെയ്യാം, എൻവയോൺമെൻറ്റൽ ഫ്രീ ആക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പോസൽ എങ്ങനെയാണ്, 4R മെത്തേഡ് നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലേ. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ, അതെന്താണെന്ന് അറിയണം. ദെൻ റബ്ബറുകൾ, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് റബ്ബറുകൾ, അതിൻ്റെ യൂസസ് അറിയണം. നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിളുകൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അറിയണം അല്ലേ. ഈ പറഞ്ഞ പോളിത്തീൻ, അതേപോലെ തന്നെ ഉള്ള പിന്നെ കോട്ടൺ, അതേപോലെ ജ്യൂട്ട്, ഇങ്ങനെയുള്ള നാച്ചുറൽ പോളിമറും അതേപോലെ പോളിത്തീൻ പോലെയുള്ള സിന്തറ്റിക് റയോൺ പോലെയുള്ള സിന്തറ്റിക് ഫൈബേഴ്സിനെ കുറിച്ചും അതിൻ്റെ പിന്നെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റുകളെ കുറിച്ച് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എക്സാമിന് നമുക്ക് മസ്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പെട്ടെന്നാണ് അതൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ അതർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ഡൈസ്, പെർഫ്യൂംസ്, സോപ്പ്, മെഡിസിൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പം ഈ അവസാനത്തെ 2-3 ചാപ്റ്ററുകൾ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ എന്തിനാണ് ഞാനിത് പഠിച്ചത്, ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്തായിരിക്കും വരിക, 3 മാർക്കിൻ്റെ ചോദ്യം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കാം. നമ്മൾ തന്നെ ഒരു ടീച്ചറും ഒരു എക്സാമിനേഷൻ വാല്യൂ ചെയ്യുന്ന ആളുമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മുടെ തലയിലുണ്ടാകും. അത് എഴുതി നമ്മൾ നോക്കണം. വെറുതെ കാണാപ്പാടം പഠിച്ച് പോയി കഴിഞ്ഞാൽ എക്സാമിൻ്റെ പേപ്പറിലേക്ക്, കുറേ കുട്ടികൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, പേപ്പറിലേക്ക് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അതിന് നമ്മൾ നേരത്തെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയറിൻ്റെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നെറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. നമ്മുടെ ഈ ഒരു ചാനൽ നോക്കിയാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സും കിട്ടും. അതൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ വാച്ച് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു നോക്കുക. ആ രൂപത്തിൽ എക്സാമിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം നമ്മൾ പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാപ്റ്റേഴ്സ് ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും അത് ഇന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് ചാപ്റ്ററിൻ്റെ പേരുകളും ഈ ടോപ്പിക്കുകളൊക്കെ മനസ്സിലുണ്ടെങ്കിലാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കുറച്ചുകൂടി ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതണം. അപ്പോൾ ബേസിക് സയൻസ് എന്ത് ചെയ്യുക, തകർത്തെഴുതുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകളെ കുറിച്ച്, കരിയറിനെ കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ ഈ ഒരു ചാനൽ തന്നെ ഉണ്ട്. ഒരുപാട് എക്സാമുകളെ കുറിച്ചൊക്കെ വരും. അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ തുടർന്നും ഫോളോ ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ഫുൾ കെമിസ്ട്രി ചാപ്റ്റർ പഠിച്ച ഒരു പ്രതീതിയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എക്സാമിന് ഓൾ ദി ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.